ഓൾ റൈറ്റ്. സോ നമ്മുടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അറൗണ്ട് നമ്മൾ 9:38 ടൈമിൽ തന്നെ നമ്മൾ എൻട്രി പഞ്ച് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് നോക്കാം. നമ്മുടെ ഓപ്ഷൻസിൻ്റെ ചാർട്ടാണ് കാണിക്കുന്നത്. നമ്മൾ പുട്ട് ഓപ്ഷനിലായിരുന്നു നമ്മൾ എൻട്രി ഉണ്ടായിരുന്നത്. സോ പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് നന്നായി കയറി, ദെൻ പുട്ട് ഓപ്ഷൻ ഒന്ന് റൈസായി, പിന്നെ മാർക്കറ്റ് ഡൗൺ വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ ഒന്ന് റൈസ് ആയ സമയത്തായിരുന്നു നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. ഒരു റിട്രേസ്മെൻറ്റ് തന്നിട്ട് പിന്നെ ഒരു അപ്സൈഡ് പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് നമ്മളിത്. സോ വെൻ വി ഹാഡ് ദാറ്റ് കൺവിക്ഷൻ ദെൻ വി വെൻ ഫോർ ദി എൻട്രി. ഈ ഒരു എൻട്രിയാണ് നമ്മൾ പഞ്ച് ചെയ്തത്. ഇങ്ങനെയായിരുന്നു നമ്മുടെ എക്സിറ്റ് പ്ലാൻ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പാരലലി നിഫ്റ്റി ചാർട്ട് കൂടി കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, സോ അറൗണ്ട് ഒരു മാർക്കറ്റ് 24,000 അവിടെ നിന്ന് റിവേഴ്സൽ വന്നു. അപ്പോൾ തന്നെ നമ്മൾ പുട്ട് ഓപ്ഷനിൽ എൻട്രി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. ദെൻ ഒരു റിട്രേസ്മെൻ്റ് വരുന്ന സമയത്ത് എക്സാക്ട്ലി ആ ഒരു 9:39 ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, എൻട്രി പോയി. വിത്ത് മിനിമൽ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എൻട്രി ഒന്നുകൂടി കാണിക്കാം. 9:38 നമ്മൾ എൻട്രി എടുത്തു. 9:15 അറൗണ്ട് 10 o'clock നമ്മൾ കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സി 10 o'clock എന്ന് പറയുമ്പം ഡേലോ എടുത്ത് 23,800 ലെവലാണ് നമ്മുടെ ആ ഒരു നിഫ്റ്റീൻ്റെ മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ ഹോൾഡ് ചെയ്തു. പ്രോഫിറ്റ് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 48,000 ഒരു പ്രോഫിറ്റ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഓവറോൾ നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ച് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തു. സോ താങ്ക് യു.